ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 28 വാക്യം 9. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം ഇന്ന് 5 മിനിറ്റ് സമയം ധ്യാനിക്കുന്ന വിഷയം ദൈവവചന വായനയും പ്രാർത്ഥനയും എന്നുള്ളതാണ്. ദൈവവചന വായനയും പ്രാർത്ഥനയും ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ 2 ഘടകങ്ങളാണ് ദൈവവചന വായനയും പ്രാർത്ഥനയും. ഇത് രണ്ടും ഒരു ദൈവഭക്തന് ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ ഏറ്റവും അനിവാര്യവും ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ ദൈവഭക്തനും തിരുവചനം വായിക്കാനും പ്രാർത്ഥിക്കുവാനും ശ്രദ്ധിക്കണം. അങ്ങനെ നാം ചെയ്താൽ നാം അനുദിനം ആത്മീയമായി വളരുവാനിടയാകും. ഓരോ ഭക്തനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവർ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണം എന്നുള്ളതാണ്. അങ്ങനെയാണ് നാം ജീവൻ്റെ വെളിച്ചമായി രൂപാന്തരപ്പെടുന്നത്. അതിന് ഏറെ നമ്മെ സഹായിക്കുന്ന 2 വിഷയമാണ് ദൈവവചന വായനയും പ്രാർത്ഥനയും. ഇവിടെ നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 28:9 ദൈവവചനം വായിക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന പോലും ദൈവത്തിന് വെറുപ്പാവുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വചനം വായിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി തീരും. വചനം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിന് വെറുപ്പാവുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചന വായനയ്ക്ക് നാം വളരെ പ്രാധാന്യം നൽകേണ്ടതാണ്. ഓരോ ദിവസവും അല്പസമയമെങ്കിലും ദൈവവചനം വായിക്കുവാനായി നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവം ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ, മുന്നോട്ടുള്ള പ്രയാണത്തിന് വഴികാട്ടിയായി ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നൽകുവാനിടയാകും. ദൈവവചനം വായിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും വളർത്തുവാനിടയാകും. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ വചനം എനിക്ക് എൻ്റെ കഷ്ടതയിൽ വളരെ ആശ്വാസമാണ് എന്നാണ് 119 സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്ക് ആശ്വാസം നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, നമുക്ക് മാർഗദർശനം നൽകുന്ന, നമുക്ക് പലപ്പോഴും ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നീക്കം ചെയ്യുന്ന ഈ വചനം നാം വായിച്ചിട്ട് പ്രാർത്ഥിക്കുവാനായി മുട്ടുകുത്തുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമാകും. എന്തുകൊണ്ടെന്നാൽ ദൈവവചനത്തെ ഉപേക്ഷിക്കുന്നവർ അഥവാ വായിക്കാതെ വിട്ടുകളയുന്നവർ ദുഷ്ടനെ അഥവാ പിശാചിനെ, സാത്താനെ പ്രശംസിക്കുന്നു എന്നാണ് സദൃശവാക്യങ്ങൾ 28:4 പറയുന്നത്. ദൈവവചനത്തെ കാക്കുന്നവരോ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുന്നു എന്നും ഈ വചനത്തിൽ നാം കാണുന്നു. ദൈവവചനം നാം വായിക്കുമ്പോൾ അത് പ്രമാണിക്കുവാൻ ഉള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകും. അങ്ങനെ ദൈവവചനം വായിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നതിലൂടെ നാം
ദൈവഹിതം അറിയുന്നു. ആ ദൈവഹിതത്തിനായി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ദൈവവചന വായനയും പ്രാർത്ഥനയും നമ്മെ സ്വർഗോന്നതികളിലേക്ക് ഉയർത്തുവാനിടയാവും. ആമേൻ, ആമേൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാം